ആനയുടെ ചെവിയില് ഒരു കോല് വെച്ചേക്കില്ലേ, വലിയ കോല്, അതിന്റെ എന്തെങ്കിലും ഒരു ആനയ്ക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാൻ വേണ്ടി വിലക്ക് വെക്കുന്നത്. അത് വടക്കോട്ടുള്ള ആനകൾക്കാണ് കൂടുതലും. നമ്മൾ ഇങ്ങോട്ട് തെക്കോട്ടങ്ങ് അധികം ആനകൾക്ക് അത് ഇപ്പൊ ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ ആനയ്ക്ക് കാഴ്ച എങ്ങനെയുണ്ട്? ഇതിന്റെ കാഴ്ച ഏത് വശമാണ്? രണ്ട് വശവും കാണും, എല്ലാ വശവും ആനയ്ക്ക് കാണും. കുറേ ആൾ വന്ന് അപ്പൊ ആന അറിയുമല്ലോ. എനിക്ക് സംശയം, അങ്ങനെ ചോദിച്ചതാ. വെയിലും താന്നു, ഏകദേശം കാർമേഘങ്ങളും വന്നു തുടങ്ങി, മഴ ഉണ്ടാകുന്ന അറിയാൻ വയ്യ. എന്തായാലും നന്നായി, നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാൻ പറ്റി. നേരെ ശബരിമലയിലേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ശബരിമലയിലേക്ക്. ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. 2.5-3 മണിക്കൂറോളം എടുക്കും. വളവും തിരിവാണ്. എല്ലാം മനത്തിൽ കൂടെ ഉള്ള ഓട്ടമാണ്. മഴയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. കാലാവസ്ഥ കൊള്ളാം. കാലാവസ്ഥ വലിയ നല്ലൊരു കാലാവസ്ഥയാണ്. വെയിലില്ലല്ലോ. ശാന്തമായി പോവാം. 10:45 നിർത്തി. കറക്റ്റ് 3 മണിയായപ്പോൾ വീണ്ടും മഴപ്പൂരാപ്പായതുകൊണ്ടാണ് ഇപ്പൊ എടുത്തത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കുള്ളായിരുന്നു. അല്ലെങ്കിൽ 3-4 മണിക്കൂറോടെ കഴിഞ്ഞ് ഇവിടെ തന്നായിരുന്നു. നമുക്ക് അന്തരീക്ഷം നമുക്ക് അനുകൂലമായിട്ട് കുഴപ്പമില്ല. മഴ പെയ്യുന്നത് ഇപ്പൊ ഈ യാത്രയിൽ മഴ പെയ്യുന്നത് നല്ലതാണ്. ആനയ്ക്ക് നല്ലതാണ്. നല്ല തണുത്ത്. ഏകദേശം കറക്റ്റ് സമയത്ത് ഇറങ്ങിയതല്ലേ. നമ്മൾ ഇറങ്ങി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് മഴയും പെയ്തു. നമ്മള് ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ ഒരു ടവർ ഉണ്ട്, അതിന്റെ അവിടം വരെ കയറ്റമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയ കയറ്റമില്ല. അപ്പൊ ഇതില് എന്ന് പറയുന്നത് അപ്പം വണ്ടികളും വളരെ കുറവാണ്. വണ്ടി ഇല്ല, സീസണല്ലേ, സീസൺ തുടങ്ങിയില്ലല്ലോ. അത് കഴിഞ്ഞ നിലയ്ക്കല്, അത് കഴിഞ്ഞ അട്ടത്തോട്, അത് കഴിഞ്ഞ പമ്പ, ചാലക്കയുണ്ട്, വഴി പമ്പ. എരുമേലി, സീതത്തോട്, പ്ലാപ്പള്ളി. പ്ലാപ്പള്ളി ഇവിടെയാണ്. ഇതാണ് പ്ലാപ്പള്ളി. എരുമേലി 2 കിലോമീറ്റർ. ഫോറസ്റ്റ് കെട്ടിടങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും അല്ല. 2 കിലോമീറ്റർ അല്ല, 21 കിലോമീറ്റർ എരുമേലി. അച്ചൻകോവിൽ 86 കിലോമീറ്റർ വലത്ത്. അത് ഇതിലെ ഈ വഴിയാണ്. ആ വഴിയാണ്. ഒറ്റപ്പെട്ട വീടുകളല്ലേ. അത് മുകളിൽ കണ്ട ഒരു ഏറുമാടം കണക്ക്. നിലയ്ക്കല് കഴിഞ്ഞിട്ട് ഒരു 10-30 വളവുകളെങ്കിലും ഉണ്ടെന്ന്, ചെറുതും വലുതുമായിട്ടൊക്കെ.